ഹലോ നമസ്കാരം, മാതൃഭൂമി ത്രില്ലാനയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിങ്ങനെ ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, ഇനി കലോത്സവം അവസാനിക്കാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഭയങ്കര ത്രില്ലിലാണ്. എല്ലാം ഉണർന്നു കഴിഞ്ഞു. തൃശ്ശൂരെല്ലാം നാടും നഗരവും ഒക്കെ ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആളുകളൊക്കെ എത്തി തുടങ്ങി. അങ്ങനെ ഭയങ്കര അടിച്ച് പൊളിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധികം പറഞ്ഞതിനേക്കാൾ ഉപരി ഇവിടെ വേറൊരാൾ പറയുന്നത്, എനിക്ക് തോന്നി കലോത്സവ നഗരിയിലെ സ്റ്റാർ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളുടെ സ്വന്തം കളക്ടറാണ് സാർ. പക്ഷേ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒപ്പം, അതായത് ഒരു ആങ്കർ ആയിട്ടാണ് ഞാൻ സാറിന് ഇവിടെ കാണുന്നത്. നമ്മുടെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തൂടെ പ്രേക്ഷകരെ? എല്ലാ പ്രേക്ഷകർക്കും മാതൃഭൂമിയിലേക്ക് സ്വാഗതം. കലോത്സവം വേദിയിൽ മാതൃഭൂമി ഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. ഓരോ കുട്ടികളുടെ ഈവൻറ്റ്സ് കവർ ചെയ്തുകൊണ്ട് ആക്റ്റീവായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എല്ലാ വേദികളിലും മാതൃഭൂമിൻ്റെ പ്രസൻസ് ഉണ്ട്. എല്ലാ വേദികളിലും നമ്മൾ ഇങ്ങനെ ഉണ്ട്. സാറ് ഞാൻ നോക്കുമ്പോൾ എല്ലായിടത്തും സാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചോ? അത് തന്നെ, സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾ കൂടുന്നതും ജില്ലാ കളക്ടറെ കാണുമ്പോഴാണ്. അങ്ങനെ കൂടുതലും കുട്ടികൾ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട് ജില്ലാ ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട്. മീറ്റ് ദ കളക്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് എല്ലാ ആഴ്ചയും ഏതെങ്കിലും സ്കൂളിലെ കുട്ടികൾ വന്നിട്ട് കളക്ടറേറ്റ് കാണാനും ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ അല്ലാതെ ഈ കലോത്സവം കഴിഞ്ഞ വർഷം നമ്മൾ കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് അവർ ഒരുപാട് അനുമോദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത കുട്ടികൾ, പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അവരൊക്കെ കാണുമ്പോഴത്തേക്ക് ആവശ്യമാണ്. അത് കാണുമ്പോഴത്തേക്ക് വലിയവരും ടീച്ചേഴ്സൊക്കെ സെൽഫി എടുക്കാറുണ്ട്. പിന്നെ നമുക്ക് സമയമുള്ള സമയത്ത് നിന്ന് കൊടുക്കാറുണ്ട്. എന്തുകൊണ്ട്, അതായത് കുട്ടികളുടെ കൂടെ ഓടും, കുട്ടികളുടെ കൂടെ എല്ലാത്തിനും അവരുടെ ഒപ്പം ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ എല്ലാ കുട്ടികളോട് എല്ലാവർക്കും സ്നേഹമുണ്ട്, പക്ഷേ കുട്ടികൾക്ക് പ്രിയപ്പെട്ടവരാകാറില്ല സാധാരണഗതിയിൽ? അങ്ങനെ കളക്ടേഴ്സ് വളരെ കുറവല്ലേ? അതെവിടുന്ന് അങ്ങനെ ട്രാക്ക് മാറിയതാണോ അതോ അങ്ങനെയാണോ ബേസിക്കലി? അല്ല, നമ്മൾ ഇടയ്ക്ക് ആക്ച്വലി കുറച്ച് സീരിയസ് ആയിട്ടുള്ള വർക്കാണ്, കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള തന്നെയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ നമുക്ക് ആക്ച്വലി സ്ട്രെസ് കുറയ്ക്കാനും നല്ലൊരു ഇത് മാനസികമായിട്ട് ഫ്രീ ആവാനും കൂടെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. കൂടാതെ തന്നെ കുട്ടികൾക്കും നല്ലൊരു മോട്ടിവേഷൻ ആവുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ്. പിന്നെ അതിനായിട്ട് ഇടയ്ക്ക് അധികമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഞായറാഴ്ചകളിൽ പിന്നെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് അങ്ങനത്തെ സമയങ്ങളിൽ ഇതുപോലത്തെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അതെ, എനിക്ക് പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു കളക്ടറാണ് എന്നൊരു ഫീൽ എനിക്ക് വരുന്നില്ല. കാരണം ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അപ്പോൾ നമ്മളവിടെ കാണുമ്പോൾ എന്നാ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു പ്രതീതിയാണ്. അപ്പോൾ ചോദിക്കണം, ഇങ്ങനെയാണോ സാർ, ഇങ്ങനെയാണോ സംസാരിക്കുക? അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ സംസാരിച്ചാലോ? അങ്ങനെ വരില്ല. എന്നാ ഉണ്ട്, നാടൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? നാടൊക്കെ കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്, പോകാൻ പറ്റുന്നില്ല കുറച്ച്. ഇടുക്കിയിലെ സ്ലാങ് ആണോ എന്റെ സംസാരം എങ്ങനെയാണെന്ന് വെച്ചാൽ തമിഴും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാ. ഇപ്പൊ ഏലപ്പാറയാണ് സ്ഥലം. അപ്പൊ അവിടെ തമിഴ് പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ള പ്ലാന്റേഷൻ മേഖലയാണ്. അപ്പോൾ സംസാരം കാണുമ്പോൾ കുറച്ച് തമിഴ്നാടായിട്ട് തോന്നും. പേരും കൂടെ ചേരുമ്പോഴേക്ക് തമിഴ്നാടാണെന്നാണ് തോന്നുന്നത്. കൂടുതൽ പേരും വിചാരിച്ചിരിക്കുക തമിഴ്നാട് എന്നാണ്. പിന്നെ അതെ, നാട്ടിൽ എപ്പോഴാണ് പോയത്? ലാസ്റ്റ് എപ്പോഴാണ് പോയത്? കുറെ കാലം ഞാൻ 2 മാസം മുന്നേ പോയായിരുന്നു. അതിനു മുമ്പ് കുറച്ച് ഒരു 6-7 മാസം മുമ്പായിരുന്നു പോയത്. നമ്മളിവിടെ ചെണ്ടയും കോലും ഒക്കെ വെച്ചിട്ടുണ്ട്. കലോത്സവം ആയതുകൊണ്ട് ഇവിടെ വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ്. സാറ് ചെണ്ട കൊട്ടുന്നതും ഒക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാട്ട് പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു, ഡാൻസ് കളിപ്പിക്കണം, എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കൊട്ടി തുടങ്ങാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ പുലിക്കളി ഉണ്ടായിരുന്നു. പുലിക്കളീൻ്റെ സമയത്തായിരുന്നു ഒരു ദേശത്ത് പോയപ്പോഴത്തേക്ക് അവിടെ ചെണ്ടമേളം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഒന്ന് തട്ടാൻ പറഞ്ഞു. അപ്പോഴാണ് ആദ്യമായിട്ട് തട്ടുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ വിചാരിച്ചു 2025 പുലിക്കളി ആകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു ദിവസം ക്ലാസ്സിനും പോയി. അല്ല, ക്ലാസ്സിന് പോയി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയി. പിന്നെ അതിനുശേഷം പോയിട്ടില്ല. പക്ഷെ പിന്നെ അതിനുശേഷം അടുത്ത പുലിക്കളിയുമായി അതിലും അതേ സ്റ്റാറ്റസ് തന്നെയായിരുന്നു. അതേപോലെ ഒന്നും അറിയാതെ കൊട്ടി. ഇപ്പോഴും കുറെ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് കൊട്ടാൻ തരുന്നുണ്ട്. പിന്നെ മംഗലം കളി ഉണ്ടായിരുന്നു. നമ്മൾ ആ പുലിക്കളി പൂരൊക്കെ കാണുമ്പോഴത്തേക്ക് ആ ഒരു താളത്തിനൊത്ത് എല്ലാവരും ആ ഒരു വൈബിലോട്ട് മാറിപ്പോകും. അതെ അതെ, അത് ഈ കൊട്ട് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അതെ, ഒരുപാട് ഫീലാണ്. നമ്മൾ അതിലൂടെ ചേർന്നിട്ട് അത് ചേർന്ന് പോകും. കൊട്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ രണ്ടു വെച്ച് തട്ടാം. ഓക്കെ. അപ്പം നമ്മൾ ഈ സംസാരിക്കുന്നത് ഏതോ ഒരാളോടല്ല, ജില്ലാ കളക്ടറോടാണല്ലേ. നമ്മൾക്ക് ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നു ഇവരോടൊക്കെ എന്നുള്ളതാണ് വൈബ്. അതൊക്കെയാണ് കൃത്യമായിട്ട് തട്ടാൻ അറിയില്ല. എന്തായാലും നിങ്ങളെല്ലാം സെറ്റാക്കി വെച്ചോണ്ട് ഞാൻ തട്ടാണ്. അപ്പൊ അത് കൃത്യം താളം എന്താണെന്നൊന്നും അറിയില്ല. സാധാരണ പുലിക്കളി 2-3 പേരുണ്ടാവും. 2-3 പേരുള്ളപ്പോൾ തട്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ താളം മനസ്സിലാവില്ല. ഇത് ഒറ്റയ്ക്ക് തട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കൃത്യം മനസ്സിലാവും. ഓക്കെ, തുടങ്ങിക്കോ.
താളമില്ല എന്നൊക്കെ വെറുതെ പറഞ്ഞാ നല്ല താളമൊക്കെ ഉണ്ടല്ലേ? ഉറങ്ങി കിടക്കുന്നുണ്ട്. എന്താ അടുത്ത മനസ്സിലാക്കാത്ത? പുലിക്കളിക്ക് മുമ്പ് ഞാൻ പ്രോപ്പറായിട്ട് കൊട്ടാൻ പഠിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോ ചെണ്ട പഠിക്കാൻ പോവോ? അങ്ങനെയാണ് നമുക്കല്ലേ തീരുമാനിച്ചോ? ഞാൻ പഠിക്കാൻ പോകണമെന്നായിരിക്കുന്നു. എന്തായാലും ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇത് കൊട്ടാൻ പറയുന്നുണ്ട്. കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ആള് ചില്ലർക്കാരനല്ല, ഒരു കളക്ടറായിട്ട് കൂടി ഒരു 9 മാസം മുന്നെയാണ് ഹെവി ലൈസൻസ് എടുത്തത് അല്ലേ? ഡ്രൈവിംഗ് ആണ് അല്ല, ആരാവണം ആഗ്രഹം, ഡ്രൈവർ ആവാൻ ആഗ്രഹിച്ച ഒരാളാണ് കളക്ടർ ആയത്. ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര, നമുക്കൊക്കെ കേട്ടോ, കുട്ടികളെന്നല്ല നമുക്കൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആണ് കേട്ടോ. ചെറുതായിരിക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമല്ലോ. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ബസ്സിലായിരിക്കും പോവുക. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ചെറിയ വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കുമായിരുന്നു. അല്ല, അവധി ആ ഒരു സമയത്തൊക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് അവിടെ വണ്ടിപ്പെരിയാറിലൊക്കെ അറിയാം. ഡ്രൈവർ ആവാനായിരുന്നു ആഗ്രഹം? അല്ല, ആ സമയത്ത് നമ്മൾ ഓരോ സമയത്ത് ആഗ്രഹങ്ങൾ മാറി മാറി വരുമല്ലോ. അത് ഇപ്പം ചിലപ്പോൾ ഇങ്ങനെ അത് ഒരാഗ്രഹം ഉണ്ടാവും. അല്ല, പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതാവണമെന്നല്ല. അപ്പം അങ്ങനെ ഓരോ സമയത്തുണ്ടാവും. ഇപ്പോൾ ഇടുക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ജീപ്പൊക്കെ ഉണ്ടാവും. ജീപ്പ് ഒരുപാട് സ്ഥലത്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുറേയൊക്കെ മാറി, എല്ലാ സ്ഥലത്തും ഓട്ടോ ഒക്കെ പോകും. ജീപ്പൊക്കെയാണ് കൂടുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇടുക്കിയുടെ ഈ മലനിരകൾ കയറി ഇറങ്ങുന്ന ജീപ്പ് ഡ്രൈവ് ചെയ്യണമെന്നുള്ളായിരുന്നു ആഗ്രഹം അല്ലേ? ആ സമയത്ത് ചെറുതായിരിക്കുമ്പോൾ ഓടിക്കാൻ അത്ര ചെറിയല്ല, ഓടിക്കാൻ പഠിച്ചായിരുന്നു. പിന്നെ അതിനുശേഷം അത് കഴിഞ്ഞിട്ട് വലിയ വണ്ടി ഓടിക്കാനൊക്കെ തോന്നുമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ലൈസൻസ് എടുക്കാമെന്ന് ഇവിടെ വന്നപ്പോൾ വിചാരിച്ചത്. പിന്നെ അപ്പോൾ ഒരു സ്ലോട്ട് നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഓടിച്ച് നോക്കിയിട്ടുണ്ട്, മാനന്തവാടി സബ് കളക്ടർ ആയിരുന്ന സമയത്ത്. അപ്പോൾ അവിടെ കോവിഡിൻ്റെ സമയത്തായിരുന്നു, അവിടെ പ്രിയദർശിനി ബസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ബസ് എടുത്തിട്ട് എന്തായാലും പ്രോപ്പറായിട്ട് ഒരു ലൈസൻസ് എടുക്കാമെന്ന് വിചാരിച്ചാൽ. എന്നാലും ഇടുക്കിയിൽ വണ്ടി ഓടിച്ച് പഠിച്ചവരാരും വേറെ എവിടെ ചെന്നാലും ബുദ്ധിമുട്ടില്ല. കാരണം കല്ലും മുള്ളും മലയും ഒക്കെ താണ്ടി ഓടിക്കുന്നതാണല്ലേ. ചിലപ്പോഴൊക്കെ ജീപ്പൊക്കെ പകുതി ഹാഫായിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് ഇപ്പൊ ആക്ച്വലി അഡ്വഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ അഡ്വഞ്ചർ ടൂറിസം അല്ലേ? അയ്യോ, പോയിന്റ് ആണ് സാർ. നിങ്ങൾ അതെ, ഇടുക്കിയെ കുറിച്ച് പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ടല്ലേ. ആ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുമൊക്കെ വന്ന് ആ ബുദ്ധിമുട്ടും ഒക്കെ കടന്ന് ലൈൻസ് നമുക്കറിയാം അവരുടെ ജീവിതമൊക്കെ എങ്ങനെയാണ് എന്ന്, ആ ബുദ്ധിമുട്ടും ഒക്കെ കടന്നാണ് ഈ ലെവലിലേക്ക് എത്തിയത്. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഓരോ ഇടുക്കിക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിൽ നിന്ന് ഒരു കളക്ടർ ഉണ്ടാകുക എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നമാണ് സാറിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് അല്ലേ? വളരെ അഭിമാനം ഇവിടേക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജീവിതം, ഒരു കാലയളവ്, വന്ന വഴിയൊക്കെ? നേരത്തെ പറഞ്ഞു ഡ്രൈവർ ആവുക, ഓടിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഈ IAS ആവണം എന്നുള്ള സ്വപ്നം ആ കുഞ്ഞു കുട്ടിയെ എപ്പോഴും ഉണ്ടായിരുന്നു? അത് ഏത് സമയത്തായിരുന്നു? ഇപ്പോൾ ഇല്ലായിരുന്നു. കാരണം നമ്മുടെ സ്ഥലമൊക്കെ നോക്കുകയാണെങ്കിൽ കളക്ടറേറ്റ് ഒരു 2.5 മണിക്കൂർ പോകാണ്ട്. അപ്പം അവിടെ ജില്ല വലുതാണ്. ഇപ്പോൾ വണ്ടിപ്പെരിയാറായാലും ഏലപ്പാറയായിരുന്നു, ഒരു 2 മണിക്കൂറിന് മേലെ പോയി കഴിഞ്ഞാൽ കളക്ടറേറ്റിലോട്ട് പോകാം. നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോട്ടയം അങ്ങോട്ടൊക്കെയാണ് പോവാറ്. ഇപ്പോൾ കളക്ടറേറ്റോ അല്ല കളക്ടറോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് അവധി അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് അറിയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല സ്കൂൾ സമയത്ത്. കാരണം നമ്മുടെ ഒരു സാഹചര്യം വെച്ചിട്ടാണല്ലോ നമ്മൾ എന്താവണം അങ്ങനെയൊക്കെ ചിന്തിക്കുക. അതിനുശേഷം പിന്നെ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഒരു സോഫ്റ്റ്വെയർ ഫേമിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ ഓരോ ഇൻട്രസ്റ്റും പിന്നെ നമ്മൾ സ്ഥലമൊക്കെ എടുക്കാൻ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരു അനുഭവം വെച്ചിട്ടാണ് ഇത് എഴുതാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇത് ആദ്യം എഴുതിയല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നേരത്തെ പാടുവോ സ്റ്റേജിലൊക്കെ അവതരിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചില്ലേ. സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അല്ല, ഒരുപാട് പ്രസംഗമൊക്കെ പറയണം, GK ഒക്കെ അറിയണം, അങ്ങനത്തെയൊക്കെ കുറേ പെർസെപ്ഷൻസ് ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്തിട്ടുള്ള ആളല്ല. പക്ഷെ എന്നാലും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് എക്വിപ്ഡ് ആവുമെന്നാണ് എനിക്ക് മനസ്സിലായത്. ബ്രില്യൻ്റ് ആയിരുന്നു. അത് പഠിക്കുന്ന കാലത്തെ ക്ലാസ്സിൽ പഠിപ്പിയായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എല്ലാ കാര്യത്തിലും ഒരേപോലെ പങ്കെടുക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളിലും. ഈ കലോത്സവത്തിൽ ഏതെങ്കിലും നമ്മൾ സ്കൂൾ പോട്ടെ, ഇപ്പൊ സ്റ്റേറ്റിലൊക്കെ എത്താൻ പറ്റുന്ന അത്രയും മിടുക്കന്മാർക്ക് മിടുക്കികൾക്ക് എന്തെങ്കിലും ആയിട്ട് പങ്കെടുക്കുമായിരുന്നു? എന്തായിരുന്നു? സ്കൂൾ തലത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. പിന്നെ കോളേജിൽ എന്തെങ്കിലും ആർട്ട് ഫെസ്റ്റ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് സ്റ്റേജിൽ എല്ലാവരുടെ കൂട്ടത്തിൽ കയറും. ഏതായാലും അത് കാണാനും അല്ലേ? അല്ല, സ്റ്റേജിലുണ്ട്. സ്റ്റേജിൽ എന്തെങ്കിലും ഗ്രൂപ്പ് ഡാൻസ് വരുമ്പോഴത്തേക്ക് വലിയ സ്റ്റെപ്പ് ഒന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് നമ്മൾ ബാക്കിലേക്കും. പിന്നെ കോളേജിലായിരുന്നപ്പോൾ മോഡലിംഗ് അതിൽ കയറുമായിരുന്നു. അപ്പോൾ അത് വലിയ സെറ്റപ്പ് ഒന്നും അല്ല, ജസ്റ്റ് ആളില്ലാത്തപ്പോൾ എല്ലാവരും കൂടെ ഉള്ളവരെ പിടിച്ചിട്ട് കയറ്റുന്ന അങ്ങനത്തെ ഇതായിരുന്നു. നമ്മുടെ കളക്ടർ ചെറിയ സംഭവം കേട്ടോ, ഡാൻസ്, മോഡലിംഗ്, നമുക്ക് നമ്മളൊക്കെ നാളെ ഡാൻസ് കളിക്കാൻ പറയും. അല്ല, നാളെയല്ല, ഞാൻ